ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമോസിൻ്റെ ചട്നീൻ്റെ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി, സാധാ നാടൻ ഉണക്കമുളക് കൊടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് തക്കാളി ഇട്ടു. ഇനി ഞാൻ കുറച്ച് സെലറി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 വെളുത്തുള്ളി, കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ഡ്രൈ ചില്ലിയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ലീക്സിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അതിലേക്ക് ചേർക്കണമെന്ന് മാത്രം. മല്ലിയിലേൻ്റെ ഒരു തണ്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി ഇങ്ങനെ തൊലി പോരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണക്കാൻ മതി. ഇനി നമ്മൾ ചൂടാറിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകും തക്കാളിയും എല്ലാം കൂടി ചേർത്തിട്ട് ജാറിലിട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ്. തക്കാളീൻ്റെ തൊലിന് പെട്ടെന്ന് എടുക്കാൻ കിട്ടും കേട്ടോ, വെന്തതല്ലേ. നമുക്കൊന്ന് അരിഞ്ഞിടാം. ഇനി ഓരോന്നായിട്ട് ഇടാം. കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സീസണിങ് ചെയ്തെടുക്കണം. അതേ പാത്രത്തേക്ക് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, സെലറി, ലീക്സും കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചട്നി അരച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു പുളിക്ക് കുറച്ച് ചില്ലി സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.